എൻ്റെ പേര് എമിൽ ജോർജ്. ഞാൻ എറണാകുളം സ്വദേശിയാണ്. ലൈഫിൽ എനിക്ക് 3 കാര്യങ്ങളോടാണ് ഏറ്റവും ഇഷ്ടക്കൂടുതലുള്ളത്: യാത്ര, വാഹനം, സിനിമ. ഞാൻ ചെറുപ്പത്തിൽ ഹോസ്റ്റലിലാണ് പഠിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാനൊന്നും ഒരു സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. അന്ന് യാത്ര ചെയ്യാൻ ഒരുപാട് സ്വപ്നം കാണുമായിരുന്നു. ഇന്ന് ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. അന്നത്തെ സ്വപ്നങ്ങളാണ് ഇന്ന് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ 3 മേഖലകളിൽ, എനിക്ക് ഇഷ്ടപ്പെട്ട 3 മേഖലകളിലാണ് ഉപജീവന മാർഗം അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും ചെയ്യുന്നത്. ഈ 3 മേഖലകളിലെയും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ കൂടെ യാത്ര ചെയ്യാനും ഒന്നിച്ച് അസോസിയേറ്റ് ചെയ്യാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന സ്റ്റോറി 13 യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ 40 ദിവസം എടുത്ത് 14,000 കിലോമീറ്ററും കവർ ചെയ്ത ഈ അടുത്ത് ഞാൻ നടത്തിയ ഒരു യൂറോപ്യൻ യാത്രയെ പറ്റിയാണ്. ഈ റോഡ് ട്രിപ്പിന്റെ വിശേഷം പറയുന്നതിന് മുമ്പ് എങ്ങനെ ഈ റോഡ് ട്രിപ്പിലേക്ക് എത്തി എന്ന് പറയാം. ഞാൻ ചെറുപ്പത്തിൽ സിനിമ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഈ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നായകനും നായികയ്ക്കും റൊമാൻസ് ഉണ്ടായാലോ, സന്തോഷം ഉണ്ടായാലോ ഒക്കെ അവർ നേരെ പാട്ടൊക്കെ പാടി നേരെ യൂറോപ്പിലോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഈ യൂറോപ്പിനോടുള്ളൊരു എക്സൈറ്റ്മെന്റ് വളരെ കൂടുതൽ. എന്തുകൊണ്ടാണ് യൂറോപ്പ് നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് പെട്ടെന്ന് എന്തുകൊണ്ട് ഇവരൊക്കെ യൂറോപ്പിലോട്ട് പോകുന്നു? എല്ലാ സിനിമകളിലും സോങ്ങിന്റെ പാട്ട് വരുമ്പോൾ അത് ഹിന്ദി, തെലുങ്ക്, തമിഴ് സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമുക്കറിയാം പെട്ടെന്ന് യൂറോപ്പിലോട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സഞ്ചാരത്തിന്റെ അകത്ത് സന്തോഷ് സാർ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ സ്ഥലങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് മൊത്തം യൂറോപ്പിൽ നിന്ന് ഉപരിയായിട്ട് ഏറ്റവും നന്നായിട്ട് കാണണം, എനിക്ക് എന്തായാലും പോയി കാണണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നിച്ചൊരു സ്ഥലമായി സ്വിറ്റ്സർലൻഡ്. വർഷങ്ങൾ മുമ്പാണ്. സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസും എന്തായാലും കാണണം. അപ്പം ഈ സിനിമകളിലൊക്കെ വരുന്ന ലൊക്കേഷനാണ്. അപ്പം എന്തായാലും സ്വിറ്റ്സർലൻഡിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ ആഗ്രഹം നടന്നത് 8 വർഷം മുമ്പാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഭാര്യയോടൊപ്പമാണ് ആദ്യമായിട്ട് യൂറോ ട്രിപ്പിന് പോകുന്നത്. ഫസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ആദ്യം ഒരു വിദേശയാത്ര നടത്തുന്നതും ഈ യൂറോ ട്രിപ്പിലായിരുന്നു. അന്നത്തെ അങ്ങനെ ആ ഒരു ആഗ്രഹം, യൂറോപ്പ് കാണണം, സ്വിറ്റ്സർലൻഡ് കാണണം എന്നുള്ള ആഗ്രഹം 8 വർഷം മുമ്പ് അങ്ങനെ നടന്നു. അതൊരു പാക്കേജ് ട്രിപ്പായിരുന്നു. 7 ദിവസത്തെ ഒരു യാത്രയായിരുന്നു. 7 ദിവസത്തെ ഈ പാക്കേജ് ട്രിപ്പിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. നിങ്ങൾക്കറിയാം, ചെറിയ സമയം കൊണ്ട് ചെലവ് ചുരുക്കി ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് നമുക്ക് ഈ പാക്കേജ് ട്രിപ്പിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നല്ല വിശന്നിരിക്കുമ്പോൾ ഒരു ഹാഫ് ബിരിയാണി കിട്ടുന്ന പോലെ നമുക്ക് മൊത്തം സ്ഥലങ്ങളും ആസ്വദിച്ച് കാണാൻ പറ്റില്ല. കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റും, പക്ഷെ നമുക്കത് ആസ്വദിച്ച് കാണാൻ പറ്റില്ല. അപ്പൊ ആ യൂറോ ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേനും എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മെയിൻ ഡെസ്റ്റിനേഷൻസ് എല്ലാം കണ്ടു. എല്ലാം ഒരു മിന്നായം പോലെ പെട്ടെന്ന് അങ്ങ് കണ്ടു തീർന്നു. ഒന്നിരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റില്ലാത്തതിന്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. എന്നാലും എൻ്റെ ഒരു ആഗ്രഹം നടന്നു. യൂറോപ്പിലെ ഈ സ്വിറ്റ്സർലൻഡിലെയും ഫ്രാൻസിലെയും മെയിൻ സ്ഥലങ്ങളെല്ലാം ഞാൻ കണ്ട് തിരിച്ചെത്തി. അത് കഴിഞ്ഞ് ഞാനൊരു 3 വർഷം മുമ്പ് സന്തോഷ് സാറിൻ്റെ അടുത്ത് കണ്ടപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ, ഞാൻ യൂറോപ്പ് പോയത് സാറിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടും സിനിമകളൊക്കെ കണ്ട ഇൻസ്പിറേഷനാണ്. എനിക്ക് എല്ലാ സ്ഥലങ്ങളെ പറ്റി വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടിയത് സാറിൻ്റെ സഞ്ചാരം പരിപാടി കണ്ടപ്പോഴാണ് എന്ന് പറഞ്ഞു. അങ്ങനെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ സാറിനോട് ഷെയർ ചെയ്യുന്നതിനിടയ്ക്ക് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എമിലെ, ആദ്യം നമ്മൾ ശരിക്കും കണ്ടു തീർക്കേണ്ടത് ഇന്ത്യ കേട്ടോ. ഇന്ത്യയിൽ ഒത്തിരി ഉണ്ടെന്ന്. അന്ന് ഞാൻ കുറേ റോഡ് ട്രിപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ കുറേ സംസ്ഥാനങ്ങളൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും മൊത്തം സംസ്ഥാനം കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും സന്തോഷ് സാറിൻ്റെ വാക്കുകളിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കണ്ടു തീർക്കണം. അത് വണ്ടി ഓടിച്ച് തന്നെ യാത്ര ചെയ്യണം. 1 വർഷം മുമ്പ് ഷെറിൻസ് വ്ലോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറിയും ഒറ്റ യാത്രയിൽ തന്നെ ഓടിച്ച് 3 മാസം നീണ്ടുന്നൊരു യാത്രയായിരുന്നു. കവർ ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കണ്ടു തീർത്തു. അങ്ങനെ ആദ്യമായി ഇന്ത്യൻ മെയിൻലാൻഡിലെ എല്ലാ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറിയും ഒറ്റ യാത്ര തന്നെ വാഹനം ഓടിച്ച് കവർ ചെയ്തതിന്റെ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടി. എഗെയിൻ അതിനും ഞാൻ താങ്ക്സ് പറയേണ്ട സന്തോഷ് സാറിന്റെ അടുത്താണ്. അങ്ങനെ ഇന്ത്യൻ യാത്ര മൊത്തം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പഴയ യൂറോപ്യൻ യാത്രയുടെ ഒരു നഷ്ടബോധം ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയത്. അപ്പം എൻ്റെ അടുത്ത സുഹൃത്തായ യൂട്യൂബറായ സാൻഡോ, ട്രാവലിസ്റ്റ ബൈ സാൻഡോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുള്ള സാൻഡോയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ യൂറോപ്പ് നന്നായിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. യൂറോപ്പിലെ എല്ലാ കൺട്രീസും പറ്റുവാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പം സാൻഡോയുടെ അടുത്ത് പറഞ്ഞു, എമിലെ, നമുക്ക് പ്ലാൻ ചെയ്യാം, പക്ഷെ ഇത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. മെയിൻ കാര്യം അതിൻ്റെ ഒരു എക്സ്പെൻസ് തന്നെയാണ്.
നമുക്ക് സ്പോൺസേഴ്സ് ഒക്കെ കിട്ടിയാൽ മാത്രമേ അതുപോലെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അത്രയ്ക്കും നമ്മളെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റാത്ത അത്രയും ചെലവ് വരുന്നൊരു യാത്രയായിരിക്കും ഇങ്ങനത്തെ ഒരു യാത്ര. എന്നാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാനപ്പം വെയിറ്റ് ചെയ്തു. പക്ഷെ സാൻഡോയുടെ അടുത്ത് ഉറപ്പ് പറഞ്ഞു, നമുക്കൊരു 2-3 മാസത്തിനുള്ളിൽ പോവാം, വിസ വേണമെങ്കിൽ എടുത്തു വെച്ചോന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ സാൻഡോയുടെ വാക്കെല്ലാം കേട്ട് വിശ്വസിച്ച് നേരെ എന്ത് ചെയ്തു, എൻ്റെ സ്വിറ്റ്സർലൻഡിലുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, അഭിലാഷ് എന്ന് പറഞ്ഞ്. അദ്ദേഹവും ഭാര്യയും സ്വിസ് സിറ്റിസൺസ് ആണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇൻവൈറ്റ് തന്നു. അക്കൗണ്ടിൽ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എന്തായാലും വിസ കിട്ടി. വിസ എടുത്തു വെച്ചിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടും സ്പോൺസർ ഒന്നും ആകുന്നില്ല. സാൻഡോ അന്നേരം ഭയങ്കര ആഫ്രിക്കയിലൂടെയും പെറുവിലൂടെയൊക്കെയുള്ള യാത്രയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ വിസ 3 മാസത്തേക്ക് കിട്ടിയിട്ടുള്ളൂ, നമുക്കിത് യാത്ര ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അപ്പം രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. വേറെ ഏതെങ്കിലും കോണ്ടിനെന്റിൽ നിന്നൊക്കെ ആയിരിക്കും സാൻഡോ വിളിക്കുന്നത്. നമുക്കെല്ലാം ശരിയാക്കാം, ടെൻഷൻ അടിക്കണ്ട എന്ന് ഞാനല്ലേ പറയുന്നത് എന്ന് ആശ്വസിപ്പിച്ച് അങ്ങനെ ഞാൻ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. യൂറോപ്യൻ, എനിക്ക് ഇഷ്ടമുള്ള പോലെയുള്ള ഒരു യൂറോപ്യൻ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. തയ്യാറെടുപ്പ് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാത്രി 12 മണി 1 മണിയൊക്കെ ആയപ്പോഴത്തേനും എനിക്കൊരു കോള് വരുവാണ്. സാൻഡോ, മിൽ ബ്രോ, ടിക്കറ്റ് ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ അയച്ചു തരും, യാത്രയ്ക്ക് തയ്യാറായിക്കോ, നെക്സ്റ്റ് വീക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഉറക്കത്തിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതെന്താ സംഭവിക്കുന്നത്, സ്വപ്നം വല്ലതും ആണോ ഇനി എന്നുള്ളൊരു കൺഫ്യൂഷൻ. പക്ഷെ ഞാൻ ചോദിച്ചു, പറഞ്ഞു പെറുവിലാണുള്ളത്. ഞാൻ പെറുവിന്ന് UK പോയിട്ട് UK നിന്ന് സാൻഡോ യൂറോപ്പിലോട്ട് വരും, ഫ്രാൻസിലോട്ട് വരും, ടിക്കറ്റ് ഇപ്പോൾ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല, ടിക്കറ്റ് വരട്ടെ എന്ന് ഓർത്തു. പക്ഷെ എൻ്റെ എക്സൈറ്റ്മെന്റ് കൂടി, ഉറക്കം പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് വന്നു എനിക്ക്. കൊച്ചി, ഡൽഹി, പാരീസ്. പിന്നെ എനിക്ക് അന്നത്തെ ദിവസം ഉറക്കമില്ല. അടുത്ത ദിവസം സാൻഡോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ടിക്കറ്റ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു അടുത്ത സുഹൃത്താണ്, ജോജു കാട്ടുകാരൻ. അങ്ങനെ ഈ യാത്രയിൽ ഞങ്ങൾ 2 പേരെ കൂടാതെ 3-മതൊരാൾ, എനിക്ക് പരിചയമില്ല, പക്ഷെ സാൻഡോയ്ക്ക് വളരെ കാലമായിട്ട് ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരാളാണ്, വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സുഹൃത്താണ്, ജോജു കാട്ടുകാരൻ എന്ന പേര് പറയുന്നു. ഈ ജോജു കാട്ടുകാരൻ എന്ന് പറയുന്ന ഇദ്ദേഹം തൃശ്ശൂർക്കാരനാണ്, പക്ഷെ ഫ്രാൻസിലാണ്. 12 വർഷം ആയിട്ട് ഫ്രാൻസിൽ താമസിക്കുന്ന ആളാണ്. എന്നെ പോലെ തന്നെ ഭയങ്കര വാഹനങ്ങളോട് യാത്രയോട് ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. രാവിലെ തന്നെ ഞാൻ കൊച്ചി എയർപോർട്ട്, കൊച്ചി ടു ഡൽഹി, ഡൽഹിയിൽ നിന്ന് 14 മണിക്കൂർ, വിസ്താരയിലാണ് യാത്ര ചെയ്തത്, 14 മണിക്കൂർ യാത്ര. അങ്ങനെ ഫ്രാൻസിൽ ഞാൻ വന്നിറങ്ങി. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് ഞാൻ ഫ്രാൻസിൽ വന്നിറങ്ങി. വീണ്ടും എല്ലാം ഒരു സ്വപ്നം പോലെ ആ ഒരു സിനിമ ഇത് മനസ്സിലേക്ക്, ആ ഒരു സിനിമയിലെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് മനസ്സിലോട്ട് വന്നു. അവസാനം ഞാനിവിടെ എത്തി, വീണ്ടും കാണാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ജോജു ചേട്ടൻ കൂട്ടാൻ വന്നു. ജോജു ചേട്ടനോട് അങ്ങനെ ഞാൻ ജോജു ചേട്ടനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ ജോജു ചേട്ടനോട് ഞാൻ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് വന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് അറിയാൻ പറ്റിയത്, ജോജു ചേട്ടൻ്റെ ഭാര്യ ഫ്രഞ്ച് മിലിറ്ററി കമാൻഡോ ആണ്. അപ്പോൾ അവിടെ ജനിച്ചു വളർന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഇൻ ലോയും ഫ്രഞ്ച് മിലിറ്ററിയിലാണ്. അവർക്ക് യൂറോപ്പിനെ പറ്റിയൊക്കെ വളരെ എല്ലാം നന്നായിട്ട് അറിയാം, ഇൻ ഡെപ്തിൽ അറിയാം. എല്ലാ സ്ഥലങ്ങളും പോയിട്ടുണ്ട്, എല്ലാ സ്ഥലങ്ങളെ പറ്റി നല്ല ഗ്രാഹ്യമുണ്ട്. ജോജു ചേട്ടനാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും അതിന് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലെയും അതിലെ സ്ഥലങ്ങളൊക്കെ ബൈഹാർട്ടാണ്. ഫ്രാൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് മലയാളത്തിൽ തന്നെ പറഞ്ഞ് തന്ന് എല്ലാ കാര്യങ്ങളും കാണിച്ച് വന്നിറങ്ങി അന്ന് രാത്രി തന്നെ ഞാൻ ഈഫൽ ടവർ പോയി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവസാനം മലയാളത്തിൽ തന്നെ എല്ലാം പറഞ്ഞ് മലയാളിയായിട്ടുള്ള ഈ സ്ഥലങ്ങളെല്ലാം അറിയാവുന്ന ഒരാൾ യാത്രയിൽ കൂടുക. കുറെ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം നല്ലൊരു വാഹനപ്രേമിയാണ്. അദ്ദേഹം വാഹനത്തോടുള്ള ഇഷ്ടം കൊണ്ട് ഇവിടെ കേരളത്തിലായിരുന്നപ്പം ജോലി ചെയ്തതും ഒരു വാഹനത്തിന്റെ ഷോറൂമിന്റെ ഹെഡൊക്കെ ആയിരുന്നു. ഇപ്പോഴും നാട്ടിൽ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്, അതും വാഹനം റിലേറ്റഡ് ആയിട്ടാണ്. അവിടുത്തെ വണ്ടികളെല്ലാം കാണിച്ചു തരുന്നു. ഞാൻ നോക്കുമ്പോൾ കറക്റ്റ് വൈബ് ആള്, നമുക്ക് വേണ്ട അതേ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അതുപോലെ. അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ സ്വപ്നത്തിലേക്ക് കിടക്കുകയാണ്. കാരണം ഫ്രാൻസ് പണ്ട് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്ത് കാണാൻ പറ്റിയില്ല. ഈ തവണ അത് മൊത്തം എനിക്ക് കാണണം, ഇതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. ഈഫൽ ടവർ ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയും പോയി കണ്ടു, അതിൻ്റെ എല്ലാ ഭംഗിയും കണ്ടു. ഈഫൽ ടവർ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സീൻ നദിയുടെ തീരത്ത് പോയി ബോട്ടുകളും കാര്യങ്ങളൊക്കെ നോക്കി കുറേ സമയം നിൽക്കുന്നു. കാരണം പണ്ട് എനിക്ക് സമയമില്ലായിരുന്നു, ഇപ്പൊ ഇഷ്ടം പോലെ സമയമുണ്ട്. കാരണം സാൻഡോ എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു 3-4-5 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് ഫ്രാൻസിൽ നിന്ന് യാത്ര തുടങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അതുവരെ ഇവിടെ മൊത്തം കണ്ടോന്ന് പറഞ്ഞു. കാരണം ജോജു ചേട്ടന് മറ്റെന്തൊക്കെയോ കുറച്ച് അസൈൻമെന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കണ്ട്
എൻജോയ് ചെയ്യാണ്. അങ്ങനെ അടുത്ത ദിവസം സാന്റോയും UK പാരീസിൽ വന്നു. അപ്പം നമ്മൾ യാത്രക്കുള്ള ടീം സെറ്റായി. അപ്പം പിന്നെ അടുത്ത ചർച്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്ന രീതിയെ പറ്റി. അപ്പം നമ്മൾ ഈ സിന്ദഗി നാ മിലേഗി ദുബാര പോലെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് ആ ഒരു സ്റ്റൈലിൽ യാത്ര ചെയ്യാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. നമുക്കൊരു മെർസിഡീസിന്റെ മാർക്കോ പോളോ പോലെയുള്ള ഒരു വണ്ടി റെന്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാം. അപ്പം മൊത്തം ഒരു സിനിമാറ്റിക് ഇത്. അപ്പം 1-2 ദിവസം ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ ജോയിച്ചേട്ടൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. എമിലെ, ഇവിടെ ഡീസലിന് 170 രൂപയാണ്. ഈ വണ്ടി ഫ്ലീറ്റിലുണ്ട്, പക്ഷെ ആ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചെലവ് നമ്മൾ എത്ര ദിവസത്തെ യാത്രയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. സോ എൻ്റെ അടുത്തൊരു ടൊയോട്ടയുണ്ട്, അതുകൊണ്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഏകദേശം ഐഡിയ കിട്ടിയപ്പോൾ എനിക്കും മനസ്സിലായി വലിയ ലക്ഷറി വണ്ടികളെക്കാട്ടിലൊക്കെ നല്ലത് ഒരിക്കലും നിന്നുപോലാത്ത ടൊയോട്ടയാണ് എന്ന്. അങ്ങനെ ഞങ്ങൾ ഉറപ്പിച്ചു. ഞങ്ങൾ ടൊയോട്ടയുടെ വെർസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു SUV, നമ്മുടെ ഇവിടുത്തെ SUV അല്ല, ഒരു 7 സീറ്റർ ആണ്, MPV ആണ്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ സീറ്റിംഗ് ഒക്കെയാണ്, മാനുവലാണ്, നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടി. യാത്രയാണല്ലോ മെയിൻ കാര്യം, അല്ലാണ്ട് മറ്റ് ലക്ഷറി അല്ലല്ലോ. അപ്പം അങ്ങനെ സിനിമാറ്റിക് തിങ്കിങ്ങിൽ നിന്ന് നമ്മൾ റിയാലിറ്റിയിലോട്ട് വരികയും നമ്മുടെ വെർസോയെ നമ്മുടെ സ്വന്തം വാഹനമാക്കി യാത്രയ്ക്കായി വെർസോ തെരഞ്ഞെടുത്തു. 57 ജീവികളുടെ സമ്പൂർണ്ണ ജീവിതം സമഗ്രമായ വിവരണത്തോടെയും സുന്ദരമായ ദൃശ്യങ്ങളോടെയും. ബാറ്റ്, ബൈസൺ, ക്രാബ്, ഹോൺബിൽ, ഐബെക്സ്, ഇഗ്വാന, ഇംബാല, പൈത്തൺ, റാറ്റിൽ സ്നേക്ക്, സ്നോ ലെപ്പേർഡ്, വുഡ്പെക്കർ തുടങ്ങി 57 ജീവികൾ. ആനിമൽ കിങ്ഡം പെൻഡ്രൈവ് വോള്യൂം നമ്പർ 3 സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് AK എന്നീ 2 അക്ഷരങ്ങൾ SMS ചെയ്യുക. ഫോൺ 9995444222. ഒന്നിൽ കൂടുതൽ വോള്യങ്ങൾ ഒരുമിച്ചെടുക്കുമ്പോൾ ആകർഷകമായ ഡിസ്കൗണ്ട്. ആനിമൽ കിങ്ഡം, ജീവിലോകത്തെ വിസ്മയകരമായ അറിവുകൾ. ആദ്യം തീരുമാനിച്ചു ഫ്രാൻസ് മൊത്തം ഒന്ന് കാണാം. ഫ്രാൻസ് വന്നിട്ട് ഫ്രാൻസ് മൊത്തം കാണണല്ലോ. അപ്പം ഞാൻ എൻ്റെ ഓരോ ആഗ്രഹങ്ങൾ വെച്ച് പറഞ്ഞു തുടങ്ങി. അപ്പോൾ പാരീസ് സിറ്റിയിൽ ഏറ്റവും അവസാനമായിട്ട് ചെയ്തെന്ന് വെച്ചാൽ ഷാംസലീസെ എന്ന് പറഞ്ഞിട്ടൊരു അവന്യൂ ഉണ്ട്. അവിടെ എനിക്ക് രാത്രി പോയി നിൽക്കണം എന്ന് പറഞ്ഞു. കാരണം അത് അവിടുത്തെ ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. ഒരു ദിവസം ഏകദേശം 3 ലക്ഷത്തോളം ആൾക്കാർ വന്ന് സന്ദർശിക്കുന്ന ഒരു അവന്യൂ ആണ്. ഏറ്റവും പോഷായിട്ടുള്ള, ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളുകൾ വന്ന് ഷോപ്പിങ്ങിന് വേണ്ടിയും, ഏറ്റവും ലക്ഷറി ഐറ്റംസിന്റെ എല്ലാം ഷോപ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് പബ്സ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്. എപ്പോഴും 24/7 അത് ലൈവായിട്ട് നിൽക്കുന്ന ഒരു അവന്യൂ ആണ്, ഒരു ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള. അപ്പോൾ അവിടെ രാത്രിയിലൊക്കെ പോയി നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറേ വാഹനങ്ങൾ കാണാം, ലക്ഷറി വണ്ടികൾ കാണാം. ഇതൊക്കെ കണ്ടു. അങ്ങനെ മനസ്സ് നിറച്ച് ഷാംസലീസയും കണ്ട് അടുത്ത ദിവസം ഫ്രാൻസിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചു. പാരീസിൽ കുറച്ച് ദിവസം ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം പാരീസ് തന്നെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പം ലൂവറിൽ പോയി, അതുപോലെ തന്നെ കുറച്ച് അവിടെ പള്ളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് സ്ട്രീറ്റ്സ് പോയി കണ്ടു. പിന്നെ പാരീസിലെ മെട്രോ എനിക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം 123 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത സർവീസാണ്, 1900. അപ്പോൾ അത്രയും വർഷം മുമ്പ് ഈ അണ്ടർഗ്രൗണ്ട് ഈ മെട്രോ പണത് ഇന്നും അത് ഇത്ര മനോഹരമായി ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 300 മുകളിൽ സ്റ്റേഷൻസും 205 കിലോമീറ്ററോളം അണ്ടർഗ്രൗണ്ട് ടണൽ സിസ്റ്റത്തിലൂടെ നഗരം മൊത്തം ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അത് ഒന്ന് വലിയൊരു ലോങ് റൂട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. ആദ്യം ഈ മെട്രോയിൽ അത് പോയി കണ്ടു. അത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം സിറ്റിയുടെ ഭംഗി ഒന്നും കളയാതെ ഒരു മെട്രോ, എല്ലാത്തിനും ഇത്രയധികം ആളുകൾ വരുന്ന ആ പാരീസിൽ ആ ഒരു സിസ്റ്റം, അത് എൻ്റെ ഒരു ബാക്ക് ബോൺ തന്നെയാണെന്ന് പറയാം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ. പാരീസ് നമ്മൾ 3-4 ദിവസമൊക്കെ എടുത്ത് അത്യാവശ്യം എല്ലാം എക്സ്പ്ലോർ ചെയ്ത ശേഷം നമ്മൾ സിറ്റി വിട്ട് ഒന്ന് മറ്റ് സ്ഥലങ്ങളിലോട്ട് പോകാൻ തീരുമാനിച്ചു. ഈ പാരീസ് സിറ്റി വിട്ട് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ തീരുമാനിച്ചത് ലിയോൺ എന്ന് പറഞ്ഞൊരു സിറ്റിയിലേക്കാണ്. ലിയോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 400 കിലോമീറ്റർ ദൂരത്താണ് പാരീസിൽ നിന്ന്. ജോയിച്ചേട്ടൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നത് ഈ ലിയോണാണ്. ഈ ലിയോണിലോട്ട് പോയപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു ആഗ്രഹങ്ങളുടെ ഞാൻ പറഞ്ഞു. അതായത് ഫ്രാൻസിലെ ഹൈ സ്പീഡ് ട്രെയിൻ ഉണ്ട്. 400 കിലോമീറ്ററിന് മേലെയുള്ള ഈ ദൂരം
ഈ ട്രെയിൻ ഓടിയെത്തുന്നത് 2 മണിക്കൂറിൽ കുറഞ്ഞ സമയത്താണ്. 300-320 കിലോമീറ്റർ, 400 കിലോമീറ്റർ സ്പീഡ് വരെ പോവാം, പക്ഷേ 300-320-330 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ്. അപ്പം വളരെ പെട്ടെന്ന് ഇത്ര ദൂരം കവർ ചെയ്യും. അപ്പോൾ അതും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇനി ട്രെയിൻ അല്ല, റോഡാണെങ്കിലും ഏകദേശം 130 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യാം. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സിഗ്നൽസ് ഒന്നുമില്ല. അപ്പോൾ ഈ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റോഡും ട്രെയിനും പബ്ലിക് ട്രാൻസ്പോർട്ടും ഒക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫാസ്റ്റ് മൂവിങ്ങിന് പറ്റുന്ന, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിയോണിൽ നിന്ന് പിന്നെ നമ്മൾ ഈ നോർത്തേൺ ഫ്രാൻസിലെ തന്നെ സ്ട്രാസ്ബർഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയി. ഈ സ്ട്രാസ്ബർഗ് എന്ന് പറയുന്നത് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ കൊച്ചു പട്ടണമാണ്. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഫ്രാൻസിൽ മാത്രം ഒന്ന് യാത്ര ചെയ്യുകയാണ്, മറ്റ് രാജ്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ലെങ്കിൽ നമുക്കൊരു യൂറോപ്യൻ മറ്റ് സ്ഥലങ്ങളുടെ എല്ലാ ഒരു എസൻസും കിട്ടുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫീലും അതേ ഒരു സ്റ്റൈലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പട്ടണമാണ് സ്ട്രാസ്ബർഗ് എന്ന് പറയുന്നത്. ഈ സ്ട്രാസ്ബർഗിൽ വെച്ച് ഞാൻ ഒരു ആഗ്രഹം കൂടെ പറഞ്ഞു. അതായത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രൈവർ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുള്ളൂ, സെബാസ്റ്റ്യൻ ലോയിബാണ്. WRC റാലി ഡ്രൈവറാണ്, ഫ്രഞ്ചുകാരനാണ്. അപ്പോൾ ഈ WRC നമ്മൾ TV-ക്കകത്തെല്ലാം കണ്ടിട്ടുണ്ട്. ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ്, ഹൈ സ്പീഡിൽ ഉള്ളൊരു ഇതാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്പോട്ടാണ്. അപ്പോൾ ഈ WRCയുടെ ട്രാക്ക് ഈ സ്ട്രാസ്ബർഗിൽ നിന്ന് കുറച്ചും കൂടി ട്രാവൽ ചെയ്ത് ബിഷ്വില്ലർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബിഷ്വില്ലറിലേക്ക് പോയി. ബിഷ്വില്ലറിൽ ചെന്നിട്ട് ഞാൻ ഈ WRCയിൽ ഈ ഡ്രൈവേഴ്സൊക്കെ 200-250 കിലോമീറ്റർ സ്പീഡിൽ വാഹനം ഓടിക്കുന്ന അവിടെ നമ്മുടെ ഈ ടൊയോട്ട ഓടിച്ചൊന്ന് യാത്ര ചെയ്തു. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത അത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ടാണത്. അതിലൂടെയാണ് ഇവർ വാഹനം ഓടിക്കുന്നത് എന്ന് മനസ്സിലാക്കി നേരിട്ട് അത് അനുഭവിച്ചപ്പം ശരിക്കും കോരിത്തരിച്ചു പോയി. കാരണം അത് അത്രയ്ക്കും ഇത്ര വലിയ ഡ്രൈവേഴ്സൊക്കെ ഓടിക്കുന്ന ഒരു റോട്ടിൽ കൂടെയാണ്. ഞാൻ ഓടിച്ചത് 50 കിലോമീറ്റർ സ്പീഡിലാണ്, പക്ഷെ എന്നാലും അവർ ഓടിക്കാൻ പറ്റി എന്നുള്ളതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അങ്ങനെ അതും എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫ്രാൻസിൻ്റെ ഒരു നല്ല ഭാഗങ്ങളും ഇങ്ങനെ വിസിറ്റ് ചെയ്ത് കണ്ട ശേഷം പിന്നീട് തിരിച്ച് അടുത്തൊരു രാജ്യത്തിലോട്ട് പോകാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. ഫ്രാൻസ് വിട്ട് രണ്ടാമത്തെ രാജ്യമായിട്ടുള്ള ലക്സംബർഗിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഈ ഫ്രാൻസിലുണ്ടായിരുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഏകദേശം എല്ലാവരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനൊക്കെ വീണ്ടും സെറ്റായി, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. കുറെ ഫണ്ണി എലമെന്റ്സ് ഒക്കെ വന്നു തുടങ്ങി. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ജോർജ് ചേട്ടന് ഭയങ്കര പെട്ടെന്ന് ടെൻഷൻ വരുന്ന ആളാണ്. പെട്ടെന്ന് ടെൻഷൻ വരുമ്പോൾ തന്നെ ചെറിയ കാര്യങ്ങളൊക്കെ അയ്യോ എന്ന് പറയും. പക്ഷെ അതേപോലെ തന്നെ നമ്മളെ എല്ലാ കാര്യത്തിലും കെയർ ചെയ്യും. ഭയങ്കര പെർഫെക്റ്റ് ഡ്രൈവിംഗ് ആണ്. പുള്ളി എൻ്റെ അടുത്ത് ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇപ്പം ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിലോട്ട് മാറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം 10 തന്നെ സ്റ്റിയറിംഗ് പിടിക്കണം. അപ്പം ഡ്രൈവിംഗ് പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യ മൊത്തമൊക്കെ വണ്ടി ഓടിച്ച് ഒക്കെയുള്ള ആളാണ്, തീരെ അറിയത്തില്ലാത്ത ആളാന്നൊക്കെ പറയുമ്പോൾ പുള്ളി പറയുന്നത് ഒന്നുമല്ല, യൂറോപ്പിലെ ഡ്രൈവിംഗ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ സിസ്റ്റമാണ് വലുത്. അവിടെ നിനക്ക് അശ്രദ്ധയാവാം, വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അശ്രദ്ധയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് പാഠങ്ങളും കൂടെ പാരലലി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഭയങ്കര ടെൻഷനുള്ള ഈ ക്യാരക്ടർ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് റിലീഫാണ്. കാരണം പുള്ളി പെട്ടെന്ന് ടെൻഷനാവും. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ചിരി വരും. അപ്പം മൊത്തത്തിൽ അത് പുള്ളിക്ക് ഒട്ടും ഒഫൻഡഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. പുള്ളി നമ്മളെ ഒരു ചെറിയ അനിയന്മാരെ പോലെയാണ് കാണുന്നത്. ഞാനും സാൻഡോയും ഒരേ ഏജ് ഒക്കെയാണ്. ബട്ട് ഇദ്ദേഹം നമ്മുടെ ഒരു എൽഡർ ബ്രദറിനെ പോലെയായി. അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിലേക്ക് പതുക്കെ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കയറിയിരുന്നു. ഞങ്ങൾ ഒരു രീതിയിൽ അത് അദ്ദേഹം നമ്മളോട് എല്ലാം പറഞ്ഞു തരുന്നതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യാനും ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യാനും തുടങ്ങി. സോ അതൊരു ട്രിപ്പ് തുടക്കത്തിൽ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബിലോട്ട് കയറി. അപ്പം ഞങ്ങൾ യാത്ര തുടങ്ങി. ലക്സംബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ലക്സംബർഗ് നമ്മൾ പ്രദേശം ഒരു രാജ്യം എന്ന് പറയുമ്പം നമ്മളതിൻ്റെ ബോർഡർ ക്രോസ് ചെയ്യുന്ന പോലും അറിയുന്നില്ല. ചെറിയൊരു രാജ്യമാണ് ലക്സംബർഗിൽ ഞങ്ങൾ ഒരു പാർക്കിങ്ങിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്ത ശേഷം പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ലക്സംബർഗിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം ഫ്രീ ആണ്. ബസ് ഫ്രീ, ട്രാം ഫ്രീ, ട്രെയിൻ ഉണ്ട്, ഹൈസ്പീഡ് ട്രെയിൻസ് എല്ലാം ചാർജബിൾ ആണ്. ബാക്കി എല്ലാ സൗകര്യങ്ങളും ഫ്രീ ആണ്. ഹെവി ആയിട്ട് ടാക്സ് ഉള്ള ഒരു രാജ്യമാണ്. എന്നിരുന്നാൽ പോലും എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്ത ശേഷം ഓരോ പബ്ലിക് ട്രാൻസ്പോർട്ട് മാറി മാറി എടുത്ത് സിറ്റി കറങ്ങി കാണാൻ തുടങ്ങി. ലക്സംബർഗിന്റെ ക്യാപിറ്റൽ ലക്സംബർഗ് സിറ്റി തന്നെയാണ്. ലക്സംബർഗ് സിറ്റിയിൽ ആദ്യം ട്രാം എടുത്ത് കുറേ ദൂരം പോയി. അപ്പം നല്ല കാഴ്ചകളാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ആളുകൾ ഭയങ്കര കുറവാണ്, പക്ഷെ ഭയങ്കര സൈലൻസ് ആണ്.
പക്ഷെ മൊത്തത്തിൽ ഒരു യൂറോപ്പിന്റെ അതേ ശൈലി തന്നെ പിന്തുടരുന്ന ആർക്കിടെക്ചറും അതുപോലെ തന്നെ നല്ല പള്ളികളുണ്ട്. നോർമൽ ഒരു യൂറോപ്യൻ സ്റ്റൈലിനോട് വളരെ സിമിലർ ആണ്. ഇപ്പൊ സ്വിറ്റ്സർലൻഡിലെ പോലെ തന്നെ സ്ട്രീറ്റ്സിലെല്ലാം നല്ല ചെടികളും ചുമന്ന പുഷ്പങ്ങൾ വെച്ചിട്ടുള്ള ചെടികളൊക്കെ വെച്ചിട്ടുള്ള സ്ട്രീറ്റ്സ് ഒക്കെയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് തന്നെ ലക്സംബർഗ് സിറ്റി മൊത്തം കണ്ട ശേഷം എനിക്ക് ഒരു ശീലമുണ്ട്, ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും അവിടെ നിന്നൊരു ഏതെങ്കിലും ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിക്കണം. ഒരു ഷോപ്പിൽ കയറി ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ വാങ്ങിച്ച് തിരിച്ച് കാർ എടുത്ത് അടുത്ത രാജ്യം ലക്ഷ്യമാക്കി പോയി. വളരെ ചെറിയ രാജ്യമാണ്. ഒരു ദിവസം കൊണ്ട് നമുക്ക് കുറേ കാഴ്ചകളൊക്കെ നന്നായിട്ട് കണ്ടു തീർക്കാൻ പറ്റും. കാലാവസ്ഥ കുറച്ച് മോശമായിരുന്നു. മഴ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്ററിന് മുമ്പായിട്ടാണ് മഴ പെയ്യുന്നത്. അപ്പം അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു, എങ്കിലും നന്നായിട്ടൊക്കെ കണ്ടു. അങ്ങനെ അടുത്ത രാജ്യം ലക്ഷ്യമാക്കി മൂന്നാമത്തെ രാജ്യമായ ബെൽജിയത്തിലേക്ക് യാത്ര തുടർന്നു.